രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യ മുന്നണിയെ നയിച്ചുകൊണ്ട്, പ്രതിപക്ഷ പാർട്ടികളെ നയിച്ചുകൊണ്ട്, കോൺഗ്രസ് അതിൻ്റെ അമരത്ത് നിന്നുകൊണ്ട് എന്നെങ്കിലും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്ന് കരുതുന്നവർ വിഡ്ഢികളായിരിക്കും. കാരണം ഓരോ തീരുമാനങ്ങളും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തേത് പറയാം. ശശി തരൂരിനോട് ഇത്ര കൊതിക്കറിവ് എന്തിനാണ്? അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച് 1000-ലധികം വോട്ട് നേടി തൻ്റെ ശക്തി തെളിയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ, പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ സമുന്നത നേതാവാണ് ശശി തരൂർ. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം, പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ഭീകരരുടെ ആക്രമണം, അതിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിജയകരമായി നടപ്പാക്കി. അപ്പം നരേന്ദ്രമോദി സർക്കാരിനൊരു മൈലേജ് അതിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. പക്ഷെ അവിടെയും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തിട്ട് സർവകക്ഷി യോഗം വിളിക്കുകയും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഈ മെയ് 23 മുതൽ 10 ദിവസം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ ഒരു 7 അംഗ സംഘത്തെ, 7 ടീമുകളെ, പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന 7 ടീമുകളെ, അതിനൊരു ടീം ലീഡർ ഉൾപ്പെടെ 7 ടീമുകളെ അയക്കാൻ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ തീരുമാനിച്ചപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും BJPയോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു പേരുകൾ തരാൻ, 4-5 പേരുകൾ തരാൻ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന MP-മാരുടെ സംഘത്തിൽ വിദേശത്ത് പോകേണ്ടുന്ന ആൾക്കാരുടെ പേരുകൾ. അങ്ങനെ കൊടുത്ത പേരിൽ ശശി തരൂരിൻ്റെ പേരില്ല കോൺഗ്രസ് കൊടുത്തതിനകത്ത്. എന്താ ഇല്ലാണ്ട് പോയത്? കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ തരൂരിൻ്റെ പേരില്ല. തരൂര് UN അണ്ടർ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യാന്തര തലത്തിൽ വിശ്വപൗരൻ എന്ന നിലയ്ക്ക് വളരെ പ്രവർത്തിച്ച്, എത്രയോ വർഷങ്ങൾ പ്രവർത്തിച്ച ഒരാളിനെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല? 4 പേരുടെ ലിസ്റ്റ് കൊടുത്തു. അതിനകത്ത് ആരൊക്കെയുണ്ട് വായിക്കാം. ഇതൊക്കെ കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. നിർദ്ദേശ പേരുകൾ: ആനന്ദ ശർമ്മ, മുൻ കേന്ദ്രമന്ത്രി ആനന്ദ ശർമ്മ. പിന്നെ മറ്റുള്ളവർ: മുൻ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് കോൺഗ്രസിൻ്റെ, MP-മാരായ സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരെ നിർദ്ദേശിച്ചു. ശശി തരൂരിൻ്റെ പേരില്ല. മോദി എന്താ ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 4 പേരുകളൊന്നും വെട്ടിയിട്ട് ഒരു സംഘത്തിൻ്റെ തലവനായിട്ട്, 7 സംഘങ്ങളാണ് പോകുന്നത്, അതിൽ ഒരു സംഘത്തിൻ്റെ തലവനായിട്ട് ശശി തരൂരിനെ നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാർ. ശശി തരൂർ അത് സ്വീകരിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ തൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പം എന്താ അടുത്ത കോലാഹലം? കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ, കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ പെടാത്ത ആളെ, ശശി തരൂരിനെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സംഘത്തലവരായിട്ട് നിയമിച്ചു? അപ്പോൾ അത് പാർട്ടി വിരുദ്ധമല്ലേ? അപ്പോൾ നടപടി പാർട്ടി ഇന്ന് എടുക്കേണ്ടി വരുമല്ലോ. നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്രയും കാലമായിട്ട് നേരം വെളുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ്. കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയാകുന്നതിനും തൊട്ടു നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കുറച്ചുകൂടെ ബുദ്ധി കോൺഗ്രസ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമായിരുന്നു. BJPയെ പുറത്താക്കാൻ കഴിയുമായിരുന്നു, മോദിയെ പുറത്താക്കാൻ കഴിയുമായിരുന്നു, രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാമായിരുന്നു. നിങ്ങൾ ആ ബസ് മിസ് ചെയ്തു. ഇനി നിങ്ങൾക്കൊരു ബസ്സും കിട്ടാൻ പോകുന്നില്ല ലക്ഷ്യസ്ഥാനത്തേക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അർഹതയുള്ളവർക്ക് സ്ഥാനങ്ങൾ നൽകണം. ഈ 4 പേരുടെ ലിസ്റ്റ് കൊടുത്ത കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയോട് ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയോട് ചോദിക്കട്ടെ, സോണിയ മാഡത്തോട് ചോദിക്കട്ടെ, മറ്റു നേതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൊടുത്ത ലിസ്റ്റ് അതാണോ ശരിക്കും കൊടുക്കേണ്ടിയിരുന്ന ലിസ്റ്റ്? അതിൽ തരൂരിൻ്റെ പേര് വേണമായിരുന്നല്ലോ. അതുകൊണ്ട് 8ന്റെ പണി ഇങ്ങോട്ട് തിരിച്ചു കിട്ടി. BJPയിൽ നിന്നും മോദി സർക്കാരിൽ നിന്നും 4 പേരും വെട്ടിയിട്ട് ശശി തരൂരിനെ സംഘത്തലവനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിനൊക്കെ പറയേണ്ടുന്നത് വേറൊരു കാര്യമാണ്. ഞങ്ങളത് പറയുന്നില്ല. നേരം വെളുത്തിട്ടില്ല ഇപ്പോഴും കോൺഗ്രസ്സിന്. നിങ്ങൾക്കിനി ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് ഒറ്റയ്ക്ക് തനിച്ച് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് സത്യം നിങ്ങൾ മനസ്സിലാക്കണം.
ബി ജെ പിക്കും കഴിയില്ല. ഇത്രയും ശക്തമായി നിൽക്കുന്ന ബി ജെ പിക്കും കഴിയില്ല എന്നുള്ളത് ഈ ഇലക്ഷൻ തെളിയിച്ചല്ലോ. ബി ജെ പി സർക്കാർ നിലനിൽക്കുന്നത്, മോദി സർക്കാർ നിലനിൽക്കുന്നത് രണ്ട് തൂണുകളിലാണ്. ഏത്? നിതീഷ് കുമാർ JDU ബീഹാർ, ചന്ദ്രബാബു നായിഡു തെലുഗുദേശം ആന്ധ്ര. ഈ രണ്ട് തൂണുകളിലാണ് വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത നരേന്ദ്രമോദി സർക്കാർ പോലും നിലനിൽക്കുന്നത്, ബി ജെ പി സർക്കാർ. അങ്ങനെയുള്ളിടത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്, കരിസ്മാറ്റിക് ലീഡർ വന്ന് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ജയിപ്പിച്ച് അധികാരത്തിന് കൊണ്ടുവരുന്നുള്ളത് ദിവാസ്വപ്നമാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. യാഥാർത്ഥ്യബോധം വേണം. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നിങ്ങളത് ഈ അനുഭവം കൊണ്ട് പഠിച്ചിട്ടില്ലല്ലോ. പഠിക്കാത്തതിന്റെ തെളിവാണ് ശശി തരൂരിനെ ഇതുപോലുള്ള ഒരു പ്രധാന ഒരു ടീമിന്റെ പേര്, അതിലൊരു ലിസ്റ്റിൽ പേര് കൊടുക്കാൻ പോലും തയ്യാറാകാത്ത കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ചുരുക്കാണോ ശശി തരൂരിനോട്? ഖാർഗെയ്ക്ക് കൊതിക്കറുവാണോ? നിങ്ങൾ രക്ഷപ്പെടില്ല കോൺഗ്രസ്. ഇങ്ങനെ പോയാൽ 4ാം തവണയും ബി ജെ പി ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അധികാരത്തിൽ വരും. നിങ്ങൾ അവിടെ നിങ്ങളുടെ പരിപാടിയായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. ഇത്രേ അതിനകത്ത് പറയാനുള്ളൂ. 7 ടീമിന്റെ നേതാക്കന്മാരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 1 ശശി തരൂർ ഫ്രം കോൺഗ്രസ്, 2 രവിശങ്കർ പ്രസാദ് ഫ്രം BJP, 3 സഞ്ജയ് കുമാർ JDU നിതീഷ് കുമാറിന്റെ പാർട്ടി, 4 ശ്രീ ബൈജയന്ത് പാണ്ഡ BJP സംഘത്തലവൻ, 5 കനിമൊഴി DMK, 6 സുപ്രിയ സുലെ NCP ശരത് പവാറിന്റെ മകൾ. ഈ 7 അംഗ സംഘത്തിൽ ഓരോ സംഘത്തിലെ 7ഓളം 8ഓളം MPമാരുണ്ട്. അതിനകത്ത് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ഇനി പറയും തരൂര് BJPയിലേക്ക് പോകുന്നു. അങ്ങനെയല്ല വിഷയം. ഒരു വിഷയത്തെ എങ്ങനെ നേരിടണം? രാജ്യത്തിന്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഭീകരാക്രമണം അതിർത്തി കടന്നു വരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തീവ്രവാദികൾ ഇന്ത്യയിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നു. അതിനെ മനോഹരമായിട്ട് വളരെ കുറുക്കിവിടുന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കേന്ദ്ര സർക്കാർ നേരിട്ടു. ലോകം മുഴുവൻ ഞെട്ടി ഇന്ത്യയുടെ കരുത്തിൽ. അത് BJPക്ക് വലിയ മൈലേജ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ BJP ഇത്രയും പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക, യൂറോപ്പ്, UK, ഇംഗ്ലണ്ട് ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലും 8-10ഓളം വിദേശ രാജ്യങ്ങളിൽ പോകാനാണ് 7 സംഘത്തെ നിയോഗിക്കുന്നത്. 7 സംഘത്തിന്റെ തലവൻ ഓരോരുത്തരും, ശശി തരൂർ ഉൾപ്പെടെ പേര് പറഞ്ഞല്ലോ. പിന്നെ ഓരോ സംഘത്തിലെ 7-8 MPമാർ, രാജ്യസഭ ലോക്സഭ MPമാരുണ്ടാവും, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ. അപ്പൊ ഇന്ത്യയുടെ മഹിമ, ഇന്ത്യയുടെ കരുത്ത് ലോകവേദികളിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പരിപാടിയിലേക്ക്, കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോജക്റ്റിലേക്ക് കോൺഗ്രസ് ഇന്ന് കൊടുത്ത 4 പേരുകളിനകത്ത് ശശി തരൂർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിനിയും നേരം വെളുക്കില്ല മക്കളെ. നിങ്ങൾക്കിനി ഇന്ത്യ ഭരിക്കാനാവില്ല. രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല. ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ്. അതുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുക രാജ്യത്ത്. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേറെന്തെങ്കിലും ഒക്കെ ഇവിടെ നടക്കേണ്ടി വരും. കോൺഗ്രസിൽ ഇനി ഒരു പ്രതീക്ഷയും നമ്മൾ വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 40ഓളം MPമാരാണ് 7 സംഘങ്ങളായിട്ട് മെയ് 21 മുതൽ 10 ദിവസക്കാലം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. അതിനകത്ത് കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത പേരുകൾ ഏതൊക്കെ പേരുകളാണ്? നമ്മൾ അവരെ മോശക്കാരായിട്ട് പറയുന്നില്ല, പക്ഷേ പോകേണ്ടവരെ അയക്കണമായിരുന്നു, ശശി തരൂരിനെ പോലുള്ളവരെ. അതിന് പോലും വിശാല മനസ്സ് കാണിക്കാത്ത ഈ കോൺഗ്രസ് ഒരു കോക്കസ് പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എന്താ വേറെ അത്ഭുതം? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഒരു കാലത്തും നടക്കാത്ത സ്വപ്നമായിട്ട് അത് അവശേഷിക്കുമെന്ന് ഞങ്ങൾ അടിവരയിട്ടും ഒപ്പിട്ട് പറയുന്നു. നിങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇനിയെങ്കിലും തിരുത്താൻ ശ്രമിക്കുക. സ്വയം ബോധമുണ്ടാവണം, നേരം വെളുക്കണം. അതിന് താല്പര്യം ഈ കോൺഗ്രസ് ഹൈക്കമാൻഡോ കോൺഗ്രസിന്റെ നേതാക്കളോ കാണിക്കുമോ? ഇതാണ് പ്രധാന ചോദ്യം.